ഇവിടെ ഈ ക്യാമറ വെച്ച് നമ്മൾ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ പിന്നെ കുറച്ച് വ്ളോഗ് എടുക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ രാത്രിയിൽ കടുവ ഇറങ്ങുന്നത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചറാണ്. ഈ ചൂട് ചായ, ഈ സൂപ്പർ സീനറി, ഒരു അടിപൊളി റിസോർട്ട്, ചായ കുടിക്കുന്ന ഫീൽ എന്ന് പറഞ്ഞത് വേറെ ലെവലാണല്ലേ. ഇതൊക്കെ നമ്മൾ സിനിമയിലേ കണ്ടിട്ടുള്ളൂ, ഫസ്റ്റ് ടൈമാണ് നേരിട്ട് അനുഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് പനമരം ബ്രിഡ്ജ്. ഇവിടെ നിന്ന് നേരെ പോയി ലെഫ്റ്റാണ് പോകേണ്ടത് പുൽപ്പള്ളിയിലോട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ ആണത്, ഒരു മഴക്കോളൊക്കെ ഉണ്ട്, എന്നാലും ചൂട് കുറവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് 16 കിലോമീറ്റർ ദൂരമുണ്ട് പുൽപ്പള്ളി റിസോർട്ടിൻ്റെ അറ്റം വരെ വണ്ടി പോകില്ല. അവിടെ നിന്നൊരു ജീപ്പുണ്ട്, അപ്പോൾ ആ ജീപ്പിൽ കയറിയാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ, ജീപ്പ് എവിടെയാണ് വരേണ്ടതെന്നുള്ളതൊക്കെ. നമ്മളങ്ങനെ പുൽപ്പള്ളിയോട്ട് എത്താറായി. ഇവിടെ നിന്ന് കറക്റ്റ് 6 കിലോമീറ്റർ ദൂരമുണ്ട്. നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ്. ഇവിടെ യേശുക്രിസ്തു സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ പുള്ളിക്ക് ഇരിക്കുകയാണല്ലേ, മുട്ടുതിരിക്കണം അല്ലേ. ഓക്കെ, നമ്മൾ ആൾമോസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഈ വീട്ടിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ ജീപ്പിലാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. സംഭവം അങ്ങോട്ട് നമ്മൾ വണ്ടി ഒന്നും പോകില്ല, അത്രയ്ക്ക് കുറച്ച് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഓക്കെ, എല്ലാം ഇറങ്ങിക്കോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യും സൂപ്പറായിട്ട്, വേറെ വിഷയമൊന്നുമില്ല. താങ്ക് യു. ഇനി നല്ല ഓഫ് റോഡ് ട്രാവലിംഗ് ആണ് അങ്ങോട്ടുള്ളത്. അപ്പോൾ പോകുന്ന ജീപ്പ് ഇതാണ്. ഇവിടെ 2 പേർക്ക് ഇരിക്കാം, 2-4 പേർക്ക് ഇരിക്കാം അല്ലേ. ഇവിടെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ട്രാവൽ ചെയ്യാൻ പോകുന്ന ജീപ്പിൽ. നമ്മൾ പണ്ട് കൊച്ചൊരു ജീപ്പിൽ പോയിട്ടുണ്ട്, അത് നമ്മളെ ഏരിയയിലുള്ള പഞ്ചായത്ത് ഏരിയയിൽ പോകുന്ന ജീപ്പാണ്, അത് വലിയ വിഷയമില്ല. പക്ഷേ ഇതുപോലെ ഓഫ് റോഡിൽ ഇത്ര കാട്ടിനകത്ത് ജീപ്പിൽ പോകുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കില്ല എനിക്ക്. അപ്പോൾ എല്ലാം സെറ്റായല്ലോ, എല്ലാം അടുത്ത് വെച്ചല്ലോ ലഗേജൊക്കെ. അതുകൊണ്ട് ഇനിയുണ്ട് ലഗേജ് കൂടിയിട്ടാ, ഒന്നും പറഞ്ഞില്ലല്ലേ. അവിടെ പോയിട്ട് ഇനി അടക്കട്ടാ. അപ്പം എല്ലാം അടുത്തല്ലോ. ഓക്കെ, അപ്പോൾ ജീപ്പിൽ കയറാം. പാപ്പാ കമോൺ. എൻ്റെ അമ്മോ, ചെറിയ ബാഗ് കൊടുത്തോ. ഓക്കെ. സോറി. സംഭവം റോഡ് ഭയങ്കര ഓഫ് റോഡാണ്. റോഡേ ഇല്ല, അത് നടന്നു പോകാൻ ഭയങ്കര പാടാണ്. പലച്ചു വണ്ടി പോകണമെങ്കിൽ പാടുന്നുള്ളത്. ഇവിടുത്തെ ആൾക്കാരെ റോഡ് ശീലമുള്ളതുകൊണ്ട് വിഷയമില്ല, അങ്ങനെ കയറി പോകണം ഈസി ആയിട്ട്. നമുക്കിങ്ങനെ ഇരിക്കാൻ പോലും പറ്റുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. ഇത് പാലമല്ല, പോസ്റ്റാണ്. ഈ പോസ്റ്റിന് നടുക്ക് നമ്മൾ ബാലൻസ് ചെയ്ത് നടന്ന് പോകണം. ഇതൊക്കെ മിലിറ്ററി ട്രെയിനിങ് കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മിലിറ്ററി കയറാൻ പറ്റും ഈസി ആയിട്ട്. അങ്ങോട്ടാണ് വഴി. ഇവിടെ ഈ ക്യാമറ വെച്ച് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പിന്നെ കുറച്ച് വ്ളോഗ് എടുക്കുന്നു, കൂടുതൽ കാണിക്കാൻ പറ്റില്ല എപ്പോഴും പോലെ ഒന്നും. ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. കൂടുതൽ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാരോട് വരുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ ഒരു കാര്യം, ഇവിടെ രാത്രിയിൽ കടുവ ഇറങ്ങുന്നത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചറാണ്. ഒരു 6 മണി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഇല്ല ജീവന്. പോയത് തന്നെ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തന്നു. ഇവിടെ ഒരു അണക്കെട്ട് പോലെ സംഭവമുണ്ട്, അതുകൊണ്ട ഇവിടെ ചെറിയ പാലമുണ്ട്. ഇവിടെ ഒരു പട്ടി ഉണ്ടല്ലോ, പട്ടിക്കൂട്ടായി. പുള്ളി നല്ല കമ്പനിയാണ്, മറ്റവനെ പോലെ. ഹായ് പോകണോ? അപ്പോൾ ഇതാണ് റിസോർട്ട്. നമ്മളെ നല്ല ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ പെയിൻ്റ് ഉണ്ട്. ഇതേ നമ്മളെ കറിക്കോ ശരിക്കും വെള്ളം ഉണ്ടല്ലോ. എന്തിനാണ് ഇതൊക്കെ കുടിക്കാനല്ലേ? ഭയങ്കര ചൂട് സമയമല്ലേ, വെള്ളം വേണ്ടേ? ഏതണ്ണി തൊട്ടി തടിയുണ്ട് കണ്ണുകുട്ടീന. ഇവിടെ ഒരു കിടല വ്യൂ പോയിന്റ് ഉണ്ട്. ഈ കസേര നമ്മൾ ഇരുന്നിട്ട് രാവിലേക്ക് ആകുമ്പോൾ ഒരു ചായയും കുടിച്ചിട്ട് അത് അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഇനി നമുക്ക് ആഘോഷിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ ക്യാമ്പ് ഫയർ ഒന്നും ഇല്ല കേട്ടോ. ക്യാമ്പ് ഫയർ ഒന്നുമില്ല. ഈ ഫോറസ്റ്റ് ഏരിയയില്ലേ, കത്തിക്കാൻ പാടുള്ളതൊന്നും. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ അഡ്വഞ്ചർ ഒന്ന് എൻജോയ് ചെയ്യുക, അത്ര തന്നെ. അതൊരു മെയിൻ പർപ്പസ്. സംഭവം കൊള്ളാട്ടെ. ഇവിടെ മൊബൈൽ ടവറൊക്കെ ഉണ്ട്, വിഷയമില്ല. അപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റ് കിട്ടും, അതേ സമയത്ത് വൈഫൈ കണക്ഷനും ഉണ്ട്. വേണമെങ്കിൽ വൈഫൈ യൂസ് ചെയ്യാം. BSNL കണക്ഷനാണ്. BSNL കുറച്ച് സ്ലോ ആണല്ലേ. അപ്പോൾ എനിക്ക് വൈഫൈ ഉണ്ടല്ലോ, നല്ല തന്നെ. നമുക്ക് റീൽസ് ആൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കാം. അതൊക്കെ ഇവിടെ ആന ഇറങ്ങും കേട്ടോ. അടിപൊളി, ശരി തന്നെ. അപ്പോൾ ഈ ലൊക്കേഷനിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ആന വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആനയെ കടുവയൊക്കെ ഇറങ്ങും, മെയിനായിട്ട് ആന ഇറങ്ങും. നമ്മൾ ഈ സൂലൊക്കെ പോയാൽ ഈസിയായിട്ട് ആനയെ കാണാൻ പറ്റും. അതിനേക്കാളും ഇതുപോലെ ഫോറസ്റ്റിൽ വന്ന് ലൈവായിട്ട് കാണുന്ന സുഖം വേറെയാണ്. AC റൂമാ, സൂപ്പർ. ഇവിടെ ഒരു റൂമുണ്ട്, ഡബിൾ ബെഡ്റൂമാണ്. ഇവിടെ ഡബിൾ ബെഡ്റൂം, എല്ലാം ഡബിൾ ബെഡ്റൂമാണ്, സൂപ്പർ. മൊത്തം 1, 2 മൊത്തം 3 മുറിയാട്ടാ. മൊത്തം 3 ബെഡ്റൂമാ. ഓക്കെ, മൊത്തം 3 ബെഡ്റൂം. വന്നല്ലോ, വെൽക്കം ഡ്രിങ്ക്സ് കുടിക്കാൻ പാ. ഡ്രിങ്ക്സ്. ഭയങ്കര വെള്ളം ദാഹമുണ്ട്, ചുമയുണ്ട് കേട്ടോ. തണുത്ത വെള്ളം കുടിച്ചാൽ ചുമ കൂടോ? കുഴപ്പമില്ല. ചിയേഴ്സ്. പൊട്ടി പോവല്ലേ പയ്യ. അപ്പോൾ ഇതാണ് റൂം, നല്ല AC റൂമാണ്. കണ്ടല്ലോ, ഒരു വലിയ ബെഡാണ്, 3 പേർ കിടക്കാം സൂപ്പറായിട്ട്. അപ്പോൾ ഇതാണ് ബാത്റൂം, സൂപ്പർ, നല്ല വൃത്തിയൊക്കെ ഷവറുണ്ട്, ഹീറ്ററുണ്ട്, പിന്നെ വെസ്റ്റേൺ ടോയ്ലറ്റാണ്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതിനെ നമുക്ക് വേണ്ടത് ഹൈജീനിക്കാണ്, അതുകൊണ്ട് നല്ല പോലെ. അപ്പോൾ ഇതാണ് അടുക്കള. ഇവിടെ എല്ലാം ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കാൻ നമുക്കുള്ളത്. ചോറ്, ബീഫൊക്കെ ഉണ്ട്. കാണിക്കാൻ കുഴപ്പമുണ്ടോ? അടുക്കള കുഴപ്പമില്ലല്ലോ. ചോറുണ്ട്. ഇത് ബീഫ് കറിയ റോസ്റ്റാ? റോസ്റ്റ്.
ചിക്കൻ പൊരിച്ച ചിക്കൻ 65. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇൻചാർജായ ചേട്ടൻ്റെ ജോലി ചെയ്യുന്നതാണ്, കിച്ചൺ കുക്കിംഗ് ഒക്കെയാണ്, അതൊക്കെയാണ്. ഓക്കെ, ചേട്ടൻ്റെ പേരൊന്ന് പറയാൻ കൊള്ളായിരുന്നു. ബഷീർ ചേട്ടൻ. അപ്പോൾ ഇന്നത്തെ ആഹാരം ഉണ്ടാക്കുന്ന ബഷീർ ചേട്ടനാണ്. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, നിങ്ങൾ റെഡി ആക്കിയിട്ട് നമ്മളപ്പോഴത്തേക്ക് എല്ലാം കഴിച്ചിട്ട് വരാം. ഓക്കെ ഏട്ടാ. ഇപ്പോൾ ഫ്രഷപ്പായാ പോണേ ഉള്ളൂ അല്ലേ? ബാഗ് ഊരിക്കാൻ മറന്നു വെച്ചോണ്ടിരിക്കുകയാണ് സാധനം കൊണ്ട്. ബാഗ് കൊണ്ട് ഊരിക്കാൻ. ഇതാണ് നമ്മളെ മുറി, നടുക്കത്തെ മുറി. ഇവിടെ ഞാനും വിഷ്ണു ചേട്ടൻ കാണും. എൻ്റെ അമ്മ എന്തൊരു വെയിറ്റ് ബാഗ്, ഒരു 8 കിലോ കാണും വെയിറ്റ് ചേട്ടാ, അത്ര തുണിയുണ്ട്. ഓക്കെ, ഗ്യാസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി, നല്ല സുഖമുണ്ട്. മൊത്തം സ്പ്രിങ് അല്ലേ. ഇവിടെ ഒരു 3D ഫോട്ടോ വെച്ചിരിക്കുകയാണ് ആനയുടെ, നല്ല കൊമ്പൻ ആന, പൊളിയല്ലേ, അടിപൊളി. അടുത്ത് പോയി കണ്ട കണ്ണൊരു മതിയാവും കേട്ടോ, കണ്ണ് മങ്ങലായിരുന്നു. തുടങ്ങിയ ചാപ്പാടി സൂപ്പർ. അപ്പോൾ എന്തൊക്കെ ഉണ്ട് ഐറ്റം നേരത്തെ പറഞ്ഞേനെ, അടുക്കളയിൽ പോയി കാണിച്ചല്ലോ. ചോറ്, ചിക്കൻ 65, ബീഫ് റോസ്റ്റ്, സാമ്പാർ, തോരൻ, പിന്നെ ഇവിടെ വന്നിട്ട് വെജിറ്റബിൾസ് ഉണ്ട്, മുട്ടക്കോസ് ആൻഡ് സവാള, ക്യാരറ്റ്. ശരി കഴിക്കാന്നപ്പാ. ചോറിട് അരി ഒന്ന് സുലിയ കരി ഉണ്ടോ കേട്ടോ, കുറച്ച് മതി സുധീഷേ, ഫുഡ് കഴിക്കണ്ട. ഇത് പോത്താ ബീഫാ കേട്ടോ? അത് പോത്ത്. അപ്പോൾ കഴിക്കാന്നാ. നല്ല വരയിട്ടുണ്ട്, നല്ല ചൂട് സാമ്പാറും ചൂട് ചോറും. ഈ ബീഫ് എടുത്ത് നടുക്ക് വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞിട്ട് സംഭവം സൂപ്പർ കേട്ടോ. ബീഫ് അടിപൊളി. ഇന്നലെ മെനിങ്ങാതെ ഫുള്ള് ചിക്കൻ കഴിച്ച് ചിക്കൻ്റെ രുചിയെ മടുത്തു പോയി. സംഭവം നല്ല എരിവുണ്ട്. സലാഡ്, വെജിറ്റബിൾസ്. ചിക്കൻ സംഭവം കൊള്ളാം. ഫുഡൊക്കെ ഉണ്ട്, പറ. ഇഷ്ടപ്പെട്ടല്ലോ. ഇപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഫുഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. ഫുൾ ടൈം അല്ലേ, എന്തോന്ന് നമ്മൾ ജോലി ചെയ്യണത്. ചുമ്മാ ഇരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പിന്നെ ട്രാവൽ നടക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സീറി കാണാം. അവിടെ നല്ല മഴക്കുളമാണ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെ പട്ടി നടന്ന് പറഞ്ഞ് എന്താ തുടങ്ങി. ഇപ്പം ആൾ കൂടി കേട്ടാ, നേരത്തെ ഒരാളായിരുന്നു, ഇപ്പം അടുത്ത ആൾ തന്നോട്. ബ്ലോഗാ ഇങ്ങനെയാണ് കേട്ടോ, വേറെ എന്ത് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇനി വ്ളോഗ് കുറച്ച് നേരത്തേക്ക് ചെയ്യണ്ട, ചുമ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഏരെയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മാക്സിമം സേഫ്റ്റി ആയിട്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും അവിടെ പോയി എഡിറ്റ് ചെയ്യാം. ബാഹാ നല്ലത്. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ബാക്കി വ്ളോഗ് ചെയ്യാം, റെസ്റ്റ് എടുക്കാം. പിന്നെ കാലിൻ്റെ മേലെ കാലൊക്കെ ഇട്ട് സൂപ്പറായിട്ട് ഇവിടെ നിന്ന് കാറ്റും കൊണ്ട്. ഓക്കെ, മണി ഇപ്പോൾ 4 കഴിഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, മണി ഇപ്പോൾ 4 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ പുറത്തിറങ്ങി അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ചുമ്മാ ഒരു വാക്കിങ്. അപ്പോൾ നമ്മൾ ഇത്രയും ചുമ്മാ ഇരിക്കുകയായിരുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. പിന്നെ ഗോപ്രോ ചാർജ് ഇല്ലായിരുന്നു, ചാർജ് കിട്ട് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. ഈ സമയം കുഴപ്പമില്ല, വൈകുന്നേരമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പാണ് റിസ്ക്. നമ്മളുടെ ജീവൻ നമ്മളെ കയ്യിൽ ഇല്ല എന്നാണ് അർത്ഥം. അതല്ലേ പറഞ്ഞത്, ഇത് ഡീപ്പ് ഫോറസ്റ്റ് ആണ്, അതിന് നടുക്കാണ് ഈ റിസോർട്ട് വന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മളെ ഭരണം അല്ല, ഇവിടുത്തെ ഭരണം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ കയ്യിലാണ്. ഇത് വയറാണോ, ഷോക്ക് അടിക്കുമോ, കുനിഞ്ഞു പോകുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് വയറാണെന്ന് തോന്നട്ടെ. ഫെൻസിങ് എന്ന് പറയും. അപ്പോൾ ഏരിയ സൂപ്പറല്ല, എങ്ങനെയുണ്ട് കണ്ടാ, നല്ല ക്രിക്കറ്റ് സ്റ്റേഡിയം പോലത്തെ ഗ്രൗണ്ട് പോലെ കണ്ടാ, സൂപ്പറായിരുന്നു. അപ്പോൾ ഈ സംഭവത്തിൽ ഡാം പോലെയാണ്, മഴ വെള്ളമൊക്കെ ഇവിടെ സേവായി നിൽക്കിങ്ങനെ ഒരു റിസർവെയർ പോലെയാണ്, ചെറിയ ഒരു അണക്കെട്ട് പോലെ. ഇപ്പോൾ ഇവിടെ ആനയും കാട്ടുപോത്തൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കാനൊക്കെ അങ്ങോട്ട് വരും, അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ അണക്കെട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾ വെള്ളം കൂടി അങ്ങോട്ട് വരും, എങ്ങോട്ട് നമ്മൾ മനുഷ്യരിക്കുന്ന ആ ഭാഗത്തായി ചിലപ്പോൾ വരും. അതുകൊണ്ട് വെള്ളമുള്ള സമയത്ത് കുഴപ്പമില്ല, വെള്ളം എല്ലാ സമയത്താണ് ഇങ്ങോട്ടൊക്കെ വന്ന് കുടിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി നോക്കാം, അവരൊക്കെ അവിടെ നിൽക്കുകയല്ലേ. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ഉഗ്ര സീനറിയാണ്, നല്ല ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ട് ചെയ്യാം, നമ്മൾ കാടിനെ ആസ്വദിക്കാം. അങ്ങോട്ടൊക്കെ ഡീപ്പ് ഫോറസ്റ്റ് ആണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പടിയാക്കണം, അവിടെ നിന്ന് കടുവ വരുമ്പോൾ ഫീൽ ആക്കണം, ഒരു കടുവ വൈബ്. ഈ വലിയ കാട്ടിൻ്റെ നടുക്കാണ് ഈ റിസോർട്ട് പറഞ്ഞത്, ചെറിയ റിസോർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുമല്ല എന്നർത്ഥം. അപ്പോൾ ഒന്നാ എന്ത് ചെയ്യും, കടുവ എവിടെ ഓടും നമ്മൾ കണ്ട വഴി ഓടില്ല നമ്മൾ. ചേട്ടാ കടുവ എവിടെ പറഞ്ഞു, അത് പറ. ഇവിടെ നിന്നാ അവിടെ നിന്നാ പറഞ്ഞത്, അത് കാണും പറയാം. അവിടെ ഏത് ഇതാ, എൻ്റെ അമ്മോ ഇത്രയും വലിയ കാലാണെങ്കിൽ. ഇത് ആനപ്പിണ്ടം. ഒരാഴ്ച മുമ്പ് ഇവിടെ ഒരു പോത്തിനെ അടിച്ചോണ്ട് പോയി ഒരു കടുവ. ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആളില്ലെങ്കിലാണ് പ്രശ്നം. എന്നിട്ട് കൊണ്ടുപോയി എൻ്റെ അമ്മോ, ഒരു കൂട്ടത്തിൽ നിന്ന് കൊണ്ടുപോയി. ആ സൈഡിൽ നിന്ന് വന്നത്. എൻ്റെ അമ്മ ഹൈ ഡേഞ്ചർ ആണ് ഈ ഏരിയ, സൂക്ഷിക്കണം. ഒരു പോത്തിന്റെ സൈസ് ഇത്രയാണ്, അതിനേക്കാളും വെയിറ്റ് കുറവാണ് കടുവയ്ക്കല്ലേ, അടിച്ചോണ്ട് പോകും. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥലം അടിപൊളിയാണ്, അതേ സമയത്ത് കുറച്ച് റിസ്ക് ഉണ്ട് അല്ലേ. ചൂട് ചായ വന്നിട്ടുണ്ട്. മണിപ്പം 4:30 മണിയായി, ചായ കുടിക്കാനുള്ള മൂടില്ല. ഒരു 5 മണിക്ക് കുടിക്കും സാറിന്. എടാ അങ്ങനെ ചായ പറ. സൂപ്പർ ചായ, കറക്റ്റ് മധുരം, കറക്റ്റ് കടുപ്പം, കറക്റ്റ് പാല്. ഇപ്പം കഴിച്ചല്ലേ പഴംപൊരി ഒന്നും എന്നാടാ വേണോ? വേണ്ടേ, ചെറിയ പഴംപൊരി മതി. ഇവിടെ ഇത് മതി, വലിയ എല്ലാ വലിയ സൈസ് തന്നെ. കൊള്ളാം, നല്ല പഴുത്ത പഴം കേട്ടാ.
മണി ഇപ്പോൾ കറക്റ്റ് 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലേക്ക് ആഹാരം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചേട്ടൻ ഉണ്ടാക്കുന്ന ആഹാരം സൂപ്പർ, ഒരു രക്ഷയില്ല, ചുമ്മാ പറഞ്ഞതല്ല. ഉച്ചയ്ക്കുള്ള ആഹാരം അത്ര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വൈകിട്ട് ചായയും പഴംപൊരിയും അത് സൂപ്പറായിരുന്നു. പിന്നെ രാത്രി ആഹാരം പുട്ടാണ്. പിന്നെ ഇതെന്താ ബീഫാ, അടിപൊളി. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിച്ച ആഹാരം തന്നെ നല്ല വയർ നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ രാത്രിയുള്ള ആഹാരം കഴിക്കാൻ സമയമായി, എന്നാലും ഇപ്പം വിശപ്പില്ല. അവരെ കഴിക്കട്ടെ ആദ്യം. പക്ഷേ ഭയങ്കര ഇതിൽ ഈച്ചകളല്ലേ, ഈച്ചയും മറ്റേ മാട്ടീച്ചതൊക്കെ പറയില്ലേ, അത് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ലൈറ്റ് മാക്സിമം ഓഫ് ചെയ്യണല്ലേ ബെഡ്റൂമിലൊക്കെ. പിന്നെ വേറെ കാര്യം കേട്ടോ, നമ്മൾ കഴിഞ്ഞ റിസോർട്ടിൽ നമ്മൾ ഇന്ന സമയത്ത് രാത്രി നമ്മൾ മുറിക്കകത്ത് വലിയ വണ്ട് വന്നായിരുന്നു. ഈ സൈസ് ഉണ്ട് കറക്റ്റ്. എൻ്റെ അമ്മോ, ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു. എനിക്ക് ഈ വണ്ടിനെ പേടിയാണ്. വണ്ട് ഈ കടന്തയൊക്കെ കൊട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഭയങ്കരമായിട്ട് വാനിക്കുകയും ചെയ്യും. പിന്നെ അവിടെ ഹോസ്പിറ്റലൊന്നും ഇല്ല ആ ഭാഗത്തൊന്നും. പണ്ടൊരു പടം ഇറങ്ങി, മമ്മി റിട്ടേൺ, അറിയാമോ? മമ്മി റിട്ടേൺ സിനിമ, ഇംഗ്ലീഷ് പടമുണ്ട്. ആ പടത്തിലൊക്കെ ഈ വണ്ടിൻ്റെ കാര്യങ്ങൾ കുറേ കാണിക്കുക. അത് കണ്ടപ്പോഴേ കൊച്ചിലെ എനിക്ക് പേടിയാണ് വണ്ടിനെ പറ്റി കാണുമ്പോൾ തന്നെ. അപ്പോൾ എവിടെ ഈ വണ്ട് വന്നാൽ ഞാൻ കുറച്ചൊന്ന് പേടി വരും. അതേസമയത്ത് തിരിച്ച് അടിച്ച് ഓടിക്കുക, അത് വേറെ വിഷയം. ഇപ്പോൾ ഇവിടെ മാത്രം ലൈറ്റ് ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മുടെ ഇത്ര ഈച്ചകളും ചെറിയ ചെറിയ ജീവികളൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈറ്റ് എവിടെ ഇട്ടോ അവിടെ വന്നിരിക്കും. ഇത് അവിടെ 2 പട്ടികളുണ്ട്, നമുക്ക് കാവലിന് വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും പട്ടികൾ വളർത്തുകയാണ്, നാടൻ പട്ടികളൊക്കെ. നല്ലൊരു കാവലാണ് അത് എപ്പോഴും. ഇപ്പോൾ ഇവിടെ കുറച്ചൊരു പാട്ട് കേൾക്കുന്നുണ്ട്, അവിടെ കുറച്ച് പേര് ഓരോ കഥകളും പറഞ്ഞ് നിൽക്കുകയാണ്. എല്ലാവരും ജോളിയായിട്ട്. ലൈറ്റ് ഇടാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. ശരി, കുഴപ്പമില്ല, ഇത് കൊള്ളാം. ഫുൾ കാട് നടുക്ക് നമ്മൾ മാത്രമുള്ള റിസോർട്ടിനകത്ത് നല്ല രാത്രിയുള്ള സൗണ്ട് ഉണ്ടല്ലോ, മറ്റേ ചെറിയ ജീവികൾ സൗണ്ടിലൊക്കെ, അതും കേട്ട വൈബിൽ ഇങ്ങനെ നല്ലൊരു സൗണ്ട് കാണാൻ. അപ്പോൾ ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് ഡേറ്റ് നോക്കണേ ഇല്ല. ഇപ്പോൾ ഇന്ന് മെയ് 16 വെള്ളിയാഴ്ചയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:10 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉറക്കം കഴിച്ചിരിക്കുകയാണ്. ഇപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് കഴിച്ചില്ല, കഴിക്കുമായിരിക്കും, നോക്കാം. ആരും ശല്യപ്പെടുത്താൻ പാടില്ല, അവർ കഴിക്കും കഴിക്കട്ട്. നമ്മളെന്താ ഉറക്കം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർ സീനറി ഉണ്ട് അങ്ങോട്ട് കാണാനായിട്ട്. കണ്ടാ, ഒന്നും കാണാൻ പറ്റില്ല അങ്ങോട്ട്. കുറച്ചും നല്ല മഞ്ഞുണ്ടായിരുന്നു, ഇപ്പം കുറച്ച് മഞ്ഞ് കുറഞ്ഞോണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പോട്ടോ. അപ്പോൾ രക്ഷയില്ല, വിറയ്ക്കുന്നു. സത്യം പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞ ഒരു നാട് ഒരു ഗിഫ്റ്റാണ് നമുക്കത്. കാരണം ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ഥലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടൂർ പോയി നമ്മൾ എൻജോയ് ചെയ്യണം. ഇതൊന്നും നശിപ്പിക്കാതെ ഈ കാട് ഇങ്ങനെ തന്നെ ഇരിക്കണം അല്ലേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അടിപൊളി കേട്ടാ മഞ്ഞ്. ചായ ചായ ആണ്. ഇതിപ്പോഴേ ദിവസം ഇങ്ങനെയാണോ ഈ രാവിലെ? ദിവസം രാവിലെ ഇങ്ങനെയാണോ? അവിടേക്ക് ശരിക്കും മാനുണ്ടായിരുന്നു. അവിടെ ഒരു 3-4 മാനുണ്ടായിരുന്നു. ഇത് ആ ഭാഗത്തായിട്ട് ഒരു ഇഷ്ടം പോലെ മാനുണ്ടായിരുന്നു. രാത്രി കണ്ണ് തിളങ്ങണേ. ഇപ്പോൾ ഈ മാനെ പിടിക്കാൻ ചിലപ്പോൾ കടുവ വരും, അപ്പോൾ കടുവ കാണാൻ പറ്റും. കടുവ റെയറാണ്, കാണാൻ ഭയങ്കര പാടാണ്. മാന്, ആന ഈസിയായി കാണാൻ പറ്റും. പിന്നെ കാട്ടുപോത്ത്. ഇവിടെ ഒരു ചെറിയൊരു ലേക്ക്, ഇവിടെ കംപ്ലീറ്റ് പുല്ല്, ഇവിടെ ഒരു കിടിലൻ റിസോർട്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ട് രസിക്കാം സൂപ്പറായിട്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇന്നത് നടന്നു കിട്ടി. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണം നമ്മൾ പ്രവീൺ ചേട്ടനാണ്. പുള്ളിക്കാരൻ താങ്ക്സ് പറയേണ്ടത്. താങ്ക് യു. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയിട്ടില്ല, വാ അങ്ങോട്ടൊക്കെ പോയിട്ട്. ഇവിടെ പുലിയും കടുവയൊന്നുമില്ലല്ലോ. അവിടെ ഫോറസ്റ്റിൽ പ്രത്യേകം പറഞ്ഞ് പുറത്തിറങ്ങാൻ പാടില്ല, ഡേഞ്ചറാണ്. ഇപ്പം കുഴപ്പമില്ല, വെളിച്ചം വന്നല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിയുടെ പേര് രാജനാണ്. പുള്ളി ഇപ്പോൾ വന്നായിരുന്നു. അപ്പോൾ പുള്ളിയൊക്കെ ഇവിടെ വന്നതുകൊണ്ട് നമുക്കൊരു പുറത്തിറങ്ങാനുള്ള ധൈര്യം വന്നു. കുഴപ്പമില്ല, ഇവിടെയൊക്കെ സേഫ് തന്നെ, വലിയ വിഷയങ്ങളില്ല. ഇവിടെ കൃഷിയുണ്ടാ, കീരയാണ്. ഇപ്പോൾ ഇവിടെ ഫുൾ കീര കൃഷിയുണ്ട്. പിന്നെ അങ്ങോട്ട് പോയാൽ വയലും കാട് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ റിസോർട്ട്. ഇതൊരു ചെറിയ ഡാമാണ്, പക്ഷെ ആളും കാണും കേട്ടോ. അവർ ഇത്രയുള്ള ഒരാളും കാണുമായിരിക്കും. ചിലപ്പോൾ മുങ്ങും, പറയാൻ പറ്റില്ല, എത്ര ആളും എനിക്ക് അറിഞ്ഞല്ലോ. അപ്പോൾ ഈ ഡാം ഉള്ളത് കൊണ്ട് ഇവിടുത്തെ മൃഗങ്ങൾ വെള്ളം കുടി അങ്ങോട്ട് വരണം. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും മൃഗങ്ങളെ, അല്ലെങ്കിൽ കാണാൻ പറ്റൂല. വെള്ളം എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇവിടെ ഈ ശബ്ദങ്ങളല്ലാതെ വേറെ ഒറ്റ ശബ്ദമില്ല. കണ്ടാ, എന്ത് സൈലൻ്റ് ആയിരിക്കണം. കാടിൻ്റെ വൈബും പക്ഷികളെ സൗണ്ടും അല്ലേ, കേൾക്കാൻ എന്ത് സുഖം കണ്ടാ. ആഹാ. അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടുള്ളൂ, അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തോണം അല്ലേ. ഇതാണ് നമ്മൾ രാജൻ ചേട്ടൻ. ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടാ? ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഇവിടെ കാര്യങ്ങൾ ആന വരും, പന്നി വരും. പന്നി വരും അല്ലേ? പന്നി അല്ല ഹൈറ്റ് തന്നെ, നല്ല പൊക്കമുണ്ടോ? പിന്നെ മാന്, പിന്നെ മറ്റേ ഇതുണ്ട്, കടുവ ഉണ്ടല്ലേ. കടുവ എങ്ങനെയാ വല്ലപ്പോഴും കാണാൻ പറ്റൂലേ? കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടോ? ആണല്ലേ. ഏതോ ഒരു പോത്തിനെ കൊണ്ടുപോയി പറയുന്നത്. പോത്തിന് പെടുന്നു, 2 പോത്തിനെ പിടിച്ചല്ലേ? അത് ആളില്ലായ സമയത്ത് ഇങ്ങനെ ആളുണ്ടായ സമയത്ത് പിടിച്ചോണ്ടല്ലേ? അവിടുന്ന് ഓടി വന്നു. അത്രയും ഓടി വന്ന് ആ മറ്റിന്റെ അവിടെ നിന്ന് പിടിച്ചു. എൻ്റെ അമ്മോ, കണ്ടാ. അത് മനുഷ്യന്മാർ അറ്റാക്ക് ചെയ്യൂലേ? മനുഷ്യന്മാർ ചെയ്യും. നമ്മുടെ ഈ ഇതിന്റെ തൊട്ട് അക്കരെ ഒരാളെ തിന്നത്. മൊത്തം ഈ കഴുത്തിന്റെ ഇങ്ങോട്ടും ഈ കയ്യിന്റെ ഇങ്ങോട്ടും മാത്രമേ ഉള്ളൂ. ഭാര്യയില് മൊത്തം തിന്നു. ഇത് എല്ലാ കടകളും ചെയ്യൂലേ? ചില കടകൾ ഈ
ഇര ഓടി പിടിക്കാൻ പറ്റാത്ത സാധനം. വയസ്സായ കടുവകൾ മാത്രമാണ് ഈ ഇര പിടിക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ മനുഷ്യനെ പിടിക്കാൻ എളുപ്പമല്ലേ? അത് വയസ്സായ ആൾക്കാരെ പിടിക്കുള്ളൂ. അല്ല, അത് ഇന്നും ആളൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരെ പിടിക്കും. അപ്പോൾ എല്ലാവരും പിടിക്കും, സൂക്ഷിക്കണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? കാട്ടിലും പോകാൻ പാടില്ലേ? കാട്ടിൽ പോകാൻ പാടില്ല. നിങ്ങളിപ്പോൾ ആൾക്കാർക്ക് വിഷയമില്ല, അറിയാൻ പറ്റില്ല ഇതെങ്ങനെയാണെന്നുള്ളത്. അറിയാൻ പറ്റില്ല, നമുക്കും അറിയില്ല. ആണോ? നമ്മളിപ്പോൾ പോകുമ്പോഴത്തേനും ആള് കൂടി പോകും. അങ്ങനെ പോകണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അറിയില്ല. ചില ബാക്കിൽ മറ്റേ ഇത് വെക്കുമല്ലോ, മുഖമുടി പോലെ, അത് വെക്കും, വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യമില്ല. അതൊക്കെ അതിന് ഒറ്റ അടി അടിച്ചാൽ അതൊക്കെ തെറിച്ചു പോകും. അതുമായി കടുവ അറ്റാക്ക് വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് വഴി? അന്നേരം നമ്മൾ വരുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല, ഓടിയാലും വിടൂല. പിന്നെ ആള് കൂടുതലുണ്ടെങ്കിൽ അത് അങ്ങനെ പറ്റില്ല. ഈ സ്ഥലം പണ്ട് എങ്ങനെയാണ്? അത് ഇത് പണ്ട് പോലെ ഇങ്ങനെ ഇവിടെ കംപ്ലീറ്റ് പുല്ലും കാര്യങ്ങളും ഇവിടെ. ഇത് എത്ര ആഴമാണ് ഈ വെള്ളത്തിൽ? ഇത് താഴത്തെ ആഴമുണ്ട്. ആണല്ലേ? ആ ആഴമുണ്ട്, താഴത്തെ ഹൈറ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കറക്റ്റ് അപ്രോക്സിമേറ്റ് പറയണമെങ്കിൽ ഒരു 12 അടി ഹൈറ്റ് കാണും. അപ്പോൾ ഈ ഇതേ ഹൈറ്റാണ് ഇപ്പുറത്തും ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. ചേട്ടൻ ഇവിടെ വീട് അവിടെ തന്നെ അല്ലേ? ഈ കൃഷിയൊക്കെ ഓ, ചേട്ടാ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നമുക്ക് മക്കള് പഠിക്കണ? പഠിത്തം ഇപ്പോൾ പഠിത്തമൊന്നുമില്ല, കല്യാണം കഴിഞ്ഞെല്ലാം. ഓ, വലിയ ആൾക്കാരെ. ശരി ശരി. മഴ സമയത്തൊക്കെ സേഫാണോ വീട്? ഇങ്ങനെ വെള്ളം ഇവിടെ വെള്ളമൊന്നുമില്ല. ഓക്കെ, വെള്ളം കയറണമെന്നില്ല. അത് അങ്ങോട്ടാണല്ലേ? എൻ്റെ മുണ്ടക്കയം ഭാഗത്താണ് ആ സംഭവം നടന്നത്. ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ലേ? പുള്ളിപ്പുലി എവിടെ? പുള്ളിപ്പുലി അതില്ല അവിടെ. പുള്ളിപ്പുലിയില്ല, കടുവ മാത്രമേ ഉള്ളൂ. കടുവ, പട്ടിക്കടുവ ഉണ്ട്. പട്ടിക്കടുവ. ഞാൻ ആരെ പറഞ്ഞായിരുന്നു പട്ടിക്കടുവ. ഈ പട്ടിക്കടുവ എന്ന് പറഞ്ഞ സാധനമേ മറ്റേ ഇതാണ് എൻ്റെ പിന്നെ ഒരു കഴുതപ്പുലി എന്ന് പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ. അതാണ്. എല്ലാ സാധനവും ഉണ്ട് ഇവിടെ തന്നെ. ചേട്ടാ പുറത്തിറങ്ങിയത് രാത്രി ഇറങ്ങും, ചുമ്മാ ഇറങ്ങുമല്ലേ? ആ പട്ടി നിങ്ങളുടെയാണ്? പട്ടി കൂടെ വേണം എപ്പോഴും. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ വീട്ടിലും ഒരു പട്ടി വളർത്തുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ചില സമയത്ത് നമുക്ക് കേൾക്കാത്ത കാണാത്ത കാര്യങ്ങൾക്ക് അതിന് കാണാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു സിഗ്നൽ തരും. ആ സമയത്ത് നമ്മൾ ഒന്ന് അലർട്ട് ആയിക്കണം. ആനയെ കൊണ്ട് ശല്യം ഉണ്ട്? അങ്ങനെ ആനയെ കൊണ്ട് അത് ചെന്ന് മുട്ടുമ്പോഴേ പ്രശ്നം വരുന്നത്. ഇവിടെ ഇപ്പോൾ ആന ഉണ്ടെങ്കിൽ അവിടെ 2-3 ആന, ഒരാന എന്തായാലും അവിടെ കാണും. ഇവർക്ക് തമ്മിൽ അങ്ങോട്ട് സിഗ്നൽ അറിയാം. നമ്മുടെ മൊബൈലിൽ ടവർ പോലെ അവിടെ അതേപോലെ സിഗ്നൽ കൊടുക്കണം. അതുപോലെ പറഞ്ഞ മൃഗങ്ങൾക്ക് ഒരുപാട് ബുദ്ധി കുറവാണെങ്കിൽ പോലും അതിന് ഒരുപാട് ശക്തിയുണ്ട്. നമ്മളെപ്പോലെ കേൾവി ആയാലും കാണുന്ന ശക്തി ആയാലും സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യാനായാലും നമുക്ക് മൊബൈൽ വേണം. ഒരാൾ വിളിച്ചെന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. അത് വേണ്ട. ഞാൻ പ്രാവശ്യം വരുമ്പോൾ ഇവിടുന്ന് വഴിയിൽ അപ്പോൾ ഞാനിങ്ങനെ വരിക. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അവിടെ ഇങ്ങനെ ഒന്ന് തിരിയലും സംഗതി തൊട്ടടുത്ത് കൊണ്ടുവന്നു ഒരു കൊമ്പൻ. തൊട്ട് മുമ്പിൽ ഞാൻ എന്താ വേണ്ടെന്നായി. ബാക്കോട്ട് ഓടാനും പറ്റില്ല, മുമ്പോട്ട് ഓടാനും പറ്റില്ല. അയ്യോ, ഈ മൂപ്പര് ആ കൊമ്പ് താത്തി അവിടെ നിന്ന് വലിയ കൊമ്പനായിരുന്നു. മുമ്പ് അത് ഞാൻ പിന്നെ ഇങ്ങോട്ട് കടന്നു. അത് കഴിഞ്ഞപ്പോൾ മൂപ്പര് അതങ്ങനെ ആന വന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഓടണോ? അന്നേരം നമ്മൾ രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ വിട്ടുകൊടുക്കുക. ഓടാം. ഇതിപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഒറ്റ പെട്ടു. അപ്പം ഉണ്ടാകാൻ നിൽക്കണ്ടല്ലേ? അവിടെ നിന്ന് മൂപ്പര് പിന്നെ ആ തലയൊക്കെ താത്തി. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൂടി കടന്നു പോകുന്നു. അത്ര തന്നെ. അത് കഴിഞ്ഞപ്പോൾ മൂപ്പര് ഇപ്പോഴത്തേക്കും പോയി, ഞാൻ കൂടി പോയി. ഈ പന്നി ഇങ്ങനെയാണ് ചുമ്മാ നടിക്കും ആവശ്യമില്ല. പന്നി തരില്ല. പന്നിയാണ് പ്രശ്നമല്ലേ? പന്നി വീഴുന്ന വഴി അടിക്കുള്ളൂ. അതൊന്നും നോക്കൂല, ആരായാലും നോക്കൂല. അതാണ് പന്നി. മറ്റുള്ള മൃഗം പോലെയല്ല, പെട്ടെന്ന് അതിലൊരു വയലന്റ് ആവും. ചുമ്മാ വന്ന് ഇടിക്കും ആവശ്യമില്ലാതെ. ആന വേണം, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സൂക്ഷിക്കേണ്ട പന്നിയാണ്. അപ്പോൾ ശരി ചേട്ടാ, കാപ്പി കുടിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഇത്രയും പറഞ്ഞു തന്നെ ചേട്ടാ. എല്ലാവരും വീട്ടിലെല്ലാം അന്വേഷണം പറയണേ. ഓക്കെ എന്നാൽ ശരി ചേട്ടാ. വാട്ടെ, കുഴപ്പമില്ല, വന്നാൽ മതി. കണ്ടോ നല്ല ചേട്ടാ, എല്ലാ കാര്യവും ഡീറ്റെയിൽ പറഞ്ഞു തണ്ടാ. ഇതാണ് നമ്മൾ നാട്ടുമ്പുറ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ജെന്യൂനായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി ഇവിടെ വന്നതുകൊണ്ട് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഉറക്കം കഴിച്ച് കുളിച്ച് ഫ്രഷായി കാപ്പി പിടിക്കാൻ വന്നിട്ടുണ്ട്. ചേട്ടാ എല്ലാം ഉറങ്ങിയാ? ഇപ്പോൾ കാപ്പി ഒന്നും ഇഡലി ഉണ്ട്, പുട്ടുണ്ട്, സാമ്പാർ, ചിക്കൻ കറി. ചേട്ടാ പുട്ടാ? പുട്ട് അപ്പോൾ തള്ളു തുടങ്ങും. പുട്ട് തിന്നാതെ തള്ളും, പുട്ട് തിന്നാ പറയണം അല്ലേ? അപ്പൊ പുട്ട്, ചിക്കൻ കറി, സാമ്പാർ, ചമ്മന്തി, ഇവിടെ ഇഡലി ഉണ്ട്. അടിപൊളി ചൂട് ഇഡലിയാണ്. പിന്നെ അത് കടലക്കറി. കടലക്കറി. ബഷീറേട്ടാ പൊളിക്കാണ് കേട്ടാ. എന്ത് ചോദിച്ചാലും റെഡി ആയിട്ട് കൊണ്ടുവരും. ബ്രോ അപ്പൊ എന്ത് കഴിക്കാൻ പോണം? പുട്ട്. തള്ളു. അപ്പൊ പുട്ട് തന്നെ. അപ്പോൾ നല്ല കഴിക്കണം, വയറാച്ച് ഒന്നും മിച്ചം വയ്ക്കാൻ പാടില്ല. സംഭവം ഇന്നലെ കുറെ മിച്ചം വന്നെന്നാ പറയണത്. നിങ്ങൾ കഴിക്കുന്നതാരും നിങ്ങളെ ഹെൽത്ത് വീക്ക് ആയിരിക്കും. പിന്നെ അല്ലേ വണ്ണം കുറയ്ക്കാൻ പറഞ്ഞ പാട് നമുക്കറിയാം അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് ഭയങ്കര വണ്ണമായിരുന്നു. പിന്നെ കുറച്ച് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരോട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളെ പഴയ പോലെ ആക്കിക്കളായി. തിന്ന് പറഞ്ഞോണ്ടിരിക്കണം. ആ നേരം നോക്കിയാൽ കടലക്കറി പ്രോട്ടീൻ ആണ് അല്ലേട്ടാ. മുട്ട എവിടെ? മുട്ട ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഓംലെറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. അല്ലേ കറക്റ്റ് വാങ്ങി നമ്മളൊക്കെ ആൾക്കാർ ട്രിവാൻഡ്രം ഭാഷയിൽ ഓംലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംബ്ലേറ്റ് ഒരു ഹിന്ദുവാണ്. അതെങ്ങനെയാന്ന് അറിയുന്നത്? ഓംലെറ്റിൽ ഓമുണ്ട്. അപ്പൊ ഹിന്ദു ആണ് ഓംലെറ്റ് അല്ലേ? ഓംലെറ്റ് അതാണ് പുട്ട് നിന്ന് ഇങ്ങനെ തള്ളാം.
മുട്ട പൊരിച്ച മുട്ട കെട്ടുക. പൊരിച്ച മുട്ട മതി. അപ്പൊ രാവിലെ തന്നെ കുറെ ചളു കോമഡി അടിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ചിരിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് കളയുക, വേറെ വിഷയങ്ങളൊന്നുമില്ല. ചീത്ത വിളിക്കും. അത് തന്നെ ചീത്ത വിളിക്കൽ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവർ കഴിക്കട്ടെ. നമുക്ക് കുളിക്കണം. കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാം. കുളിച്ചാൽ നല്ല വിശക്കോളും. കഴിച്ചിട്ട് കുളിക്കാൻ പാടില്ല, കുളിച്ചിട്ട് കഴിക്കണ്ട. ഓക്കെ, അവന് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. മണി ഇപ്പോൾ എത്ര ബ്രോ? മണിപ്പോൾ കറക്റ്റ് 10:30 മണിയായി. കാപ്പ് കുടിക്കാൻ സമയം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി വരുന്നത് പറഞ്ഞു ജീപ്പ്. അതുകൊണ്ട് ജീപ്പ് വരുന്നത് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കാപ്പ് കുടിച്ച് റെഡിയായി നിൽക്കണം. എല്ലാവരും കാപ്പ് കുടിച്ച് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ഒരു ഓംലെറ്റ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഓംലെറ്റ്. ഓക്കെ, എല്ലാം ചൂടാറിപ്പോയി കേട്ടാ, നേരത്തെ ഓർമ്മ. അപ്പൊ ഓക്കെ, കമോൺ ക്വിക്ക്. ഒരുപാട് സമയമായി. ലീവ് യങ്, ലീവ് ഫ്രീ. കേട്ടല്ലോ, എത്രയൊക്കെ വണ്ടി നമ്മൾ ഓടിച്ചാലും ജീപ്പ് ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ,